ഹലോ, ഗുഡ് മോർണിംഗ്. സിന്ധമ്മ ബോസിൻ്റെ ഒരു പുതിയ വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? എനിക്ക് എന്തോ ഒരു ഇച്ചിരി BP ഒക്കെ ലോയാന്ന് തോന്നുന്നു. അതുകൊണ്ട് ആകെപ്പാടെ ഇങ്ങനെ ഒരു എന്നാ പറഞ്ഞത് ക്ഷീണവും ഒരു അസ്വസ്ഥതയൊക്കെ ആയിട്ടിങ്ങനെ ഒരു ചെറിയൊരു ക്ഷീണമൊക്കെ ആയിട്ടിരിക്കുന്നു. ഇന്ന് തൊഴിലുറപ്പിനൊന്നും പോയിട്ടില്ല. ഇന്ന് ഇങ്ങനെ വീട്ടിൽ കുത്തിയിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്ന് ചേട്ടായിയും നമ്മുടെ അളിയൻ്റെ അനിയനും പിള്ളേരും ഒക്കെ കൂടെ ഉള്ള നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മിസ് ചെയ്യാണ്ട് ഓടിപ്പിക്കണ്ടോ. രണ്ട് മുട്ടാളന്മാർ വന്നിട്ടുണ്ട് കേട്ടോ. ഇൻട്രോ ഒക്കെ എടുത്തിട്ട് ഞാനിപ്പം അങ്ങോട്ടേ കുളിച്ചേക്കാൻ പോകുന്നത്. നല്ല വെനീനാണല്ലോ ഇത്. എവിടുന്ന് മേടിച്ചാ? സെറ്റാണല്ലോ സൈക്കിളൊക്കെ ഉള്ള. എന്നാടാ ഉണ്ടോ വിശേഷം? സുഖമാണോ? നാളെ പാലുകാശിലാണോ? ആണോ? അപ്പം നാളെ നമ്മുടെ ആണോ വിശാലകൂട്ടൻ്റെയും വിവേകൂട്ടൻ്റെയും വീടിൻ്റെ പാലുകാശിലാണ് നാളെ. പക്ഷെ ചുമ്മാ ഇപ്പോൾ അവർ തൽക്കാലം ഒന്ന് പാല് കാച്ചുന്നുള്ളൂ. ഫംഗ്ഷനൊക്കെ അടുത്ത് കുറേ ദിവസം കൊണ്ട് കഴിയുമ്പോൾ അല്ലേ? അപ്പം മേടം കഴിയുന്നതിന് മുമ്പായിട്ട് നാളെ പാല് കാച്ചുന്നു. അത് കഴിഞ്ഞിട്ട് നല്ല അടിപൊളി പരിപാടി ഗാനമേളയൊക്കെ ഉണ്ടെന്നല്ലേ ഫംഗ്ഷന്. നമുക്ക് പാടാനായിട്ട് ചാൻസ് ഒക്കെ കിട്ടും. നമുക്ക് പോയി പാടണം. അറിയാതെ കൊടുക്കും പറഞ്ഞ കല്യാണി എന്തി ആരാടാ നിങ്ങളെ പറ്റത്ത് ഒരു വണ്ടി കൂടെ കിടക്കുന്നത്? അതിനെ പറ്റി ഇടിച്ചോ? നന്നാക്കാൻ കൊണ്ടിട്ടേക്കുന്നാണോ? ആണോ? പിന്നെ വേറെ എന്നാ വിശേഷം? അത് കണ്ടോ ചുമ്മാ പൊഴിഞ്ഞു ആടിക്കൊണ്ടിരിക്കും. തൂത്ത് വാരണ സിന്ധോമയ്ക്ക് നല്ല മുട്ടൻ പണിയായിപ്പം. രാവിലെ ഉച്ചയ്ക്കും എല്ലാം തൂക്കണം. ഒരുത്തന്തേ ചേട്ടാ ഇവിടെ വിശേഷം വട്ടമേശ സമ്മേളനം. ഒരനിയനും ഒരളിയനും ഒക്കെ ആയിട്ട് പെങ്ങടെ മകടെ പിന്നെയല്ലോ അല്ല അതെന്നറിയപ്പെടാ പെടാ പെങ്ങൾ ഇങ്ങോട്ട് വരുവാന്നോർത്ത് തെളിച്ചിരിക്കും. എന്താന്ന് ചോദിച്ചാൽ ഇനി നീ കഞ്ഞി വെച്ചിട്ടല്ലേ നീ ഇല വല എനിക്കൊരു പുല്ലടി എന്റെ പെങ്ങള് തൊട്ടെടുത്തോട്ട് വരുന്നുണ്ടത്. ഇപ്പൊ എന്നെ ഭീഷണിയാ. അടുപ്പ് കത്തിക്കുന്ന പരിപാടി പാലുകാച്ചി അത് തന്നെ പെരവാസ്തോലിയല്ലേ പറ്റുള്ളത്. പിന്നെ മാസം പോകുമ്പോ മോശമായ മാസമല്ലേ? അല്ല നാളെ മേടം ലാസ്റ്റാ. അപ്പൊ അതിലുപരി നാളെ ഈ മേടമാസത്തിന്റെ ലാസ്റ്റ് ആണെങ്കിൽ പോലും കേറിത്താമന് പാല് കാച്ചാൻ പറ്റിയ ലാസ്റ്റ് നല്ല ദിവസവും കൂടി. പിന്നെ അല്ലെങ്കിൽ ഒരു കേറി താമസം പാല് കാച്ചെന്ന് പറയുമ്പോൾ പിന്നെ ഇടവമാസം 14-ാം തീയതിയാകും. അപ്പൊ അന്നേരം നമുക്കൊരു ഫംഗ്ഷൻ നടത്തണം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. മഴയ്ക്ക് മുമ്പേ ഒരു ഫംഗ്ഷൻ വെച്ച് കയറി താമസിക്കണം. നല്ല അടിപൊളി ഒരു ഫംഗ്ഷൻ വെക്കും. ഫംഗ്ഷൻ നല്ലതാണ്. അല്ല ഇവ മുമ്പേ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഗാനമേളയൊക്കെ ഉണ്ട്. സിന്ധുമ്മയ്ക്കോ സുനിപ്പപ്പായ്ക്കോ ഒക്കെ പാടാൻ ചാൻസ് തരാതെ നമ്മള് പാടുള്ളൂ. പ്രിയ മദനോടൊത്ത മരത്തണലിൽ സുരസുന്ദര സൗഭാഗ്യം പങ്കുവയ്ക്കുമ്പോൾ നമ്മള് പാടും. അളിയൻ ഒരു പാട്ട് പഠിക്കണേ. അളിയൻ ഓർക്കും അതേത് പാടണത് ഇടാ. കല്ലുവിളക്ക് പിന്നെ ചേട്ടനും അനിയനാട്ടോ. അളിയന്റെ അനിയനാണ് അശോകൻ ചേട്ടൻ. നമ്മുടെ വീണ്ടും വയറിങ്ങും പ്ലംബിങ്ങും എല്ലാം മുണ്ടകയിൽ നിന്ന് ഇവിടെ വന്ന് ചേട്ടാ ഈ പുള്ളിയെ കൊണ്ടാണ് എല്ലാം ചെയ്യിപ്പിച്ചേട്ടോ. ഇവരുടെ ഇടയ്ക്ക് ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു, ആള് പോയി അല്ലേ? എന്നാ പറഞ്ഞാലും നമുക്ക് ഓർക്കുമ്പോ ഓർക്കാതിരിക്കാൻ പറ്റത്തില്ല. അരിയപ്പോഴും അതേപോലെ തന്നെ നമുക്ക് രണ്ട് ദുഃഖം. കാര്യം ഞങ്ങളുടെ ഇതൊക്കെ ആണെങ്കിൽ പോലും പ്രത്യേകമായിട്ട് എല്ലാ കാര്യങ്ങളിലും ഒരു അറിവ് കുറവാണെങ്കിലും എല്ലാം കൂടെ സ്നേഹമുള്ള അതെ മറക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ഈ വീടിന് വേണ്ടിയിട്ടും ഒക്കെ ഒത്തിരി കാര്യത്തിൽ എന്നാന്ന് പറഞ്ഞാലും ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏത് കാര്യത്തിലാണെങ്കിലും അശ്വാനെ സംബന്ധിച്ചാണെങ്കിലും അതിനുള്ള ഇത്ര അല്ലെങ്കിൽ പോലും അവന്റെ ത്രാണി അനുസരിച്ചുള്ള സഹകരണമൊക്കെ ഉണ്ടായിരുന്നു. സത്യം. ഒരു കൂട്ടത്തിൽ ഒരു അസുഖം ഉണ്ടായി അവനെ വിട്ടുപോയി. എന്നെ സംബന്ധിച്ചൊരു വിഷമം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു മകൾക്കൊരു വീട് വെച്ച് താമസം നടക്കുന്നു, ദൈവാനുഗ്രഹിച്ച് ഇപ്പൊ നമ്മളെ കുഴപ്പമില്ല രക്ഷപ്പെട്ടു. ഇപ്പോഴും
ഞാനിപ്പോ പിന്നെ വൈകിട്ട് വിളക്ക് കത്തിച്ചപ്പോൾ പോലും ഓർക്കട്ടെ, നമ്മുടെ ചെറുക്കൻ്റെ നമ്മുടെ മകന്റെ ഒരു വിയോഗം ഇപ്പം 20 വർഷത്തെ ഈ മെയ് മാസം 1-ാം തീയതി വന്നപ്പോൾ, ഈ മെയ് മാസം ഇപ്പൊ ഈ നമ്മളെ ഈ 14-ാം തീയതി, നാളെ 14-ല്ലേ, അപ്പോ അതിൻ്റെതായിട്ടൊരു വിഷമമൊക്കെ കൊണ്ട് നമുക്കുണ്ട്. അവന്റെ ഒരു സാന്നിധ്യം നമുക്ക് ഇല്ലാതെ പോയതിനകത്തൊരു വിഷമങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും അതെല്ലാം നമ്മൾ സഹകരിച്ച് എല്ലാം സഹിച്ച് നമ്മൾ ക്ഷമിച്ച് കാര്യങ്ങളൊക്കെ നടത്തുവാണ്. ഇനി ഉള്ളവരെല്ലാം എല്ലാ അനുഗ്രഹവും ഉണ്ട്. എല്ലാ ആൾക്കാരും എല്ലാം ക്ഷമിക്കണമല്ലോ. സഹിക്കാണ്. എല്ലാ ആൾക്കാരും ഇപ്പൊ സുനിയാണേലും എല്ലാം ഇവിടെ താമസിക്കുന്ന ആൾക്കാരും നമ്മുടെ ആൾക്കാരെല്ലാരും രക്ഷപ്പെട്ടതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. സ്വപ്നത്തിൽ പോലും ഒരു ലയൻസില്, ഒരു അടുക്കളയിൽ, ഒരു തിണ്ണി, ഒരു മാത്രം ജീവിച്ച ആൾക്കാരാണ് നമ്മളെല്ലാവരും. നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ ഇത്ര വന്നാൽ എല്ലാം കൊണ്ടും ഈശ്വരനോടും ഗുരുദേവനോടും നന്ദി പറയുക. സത്യമാണ് അത്. അല്ല അതെന്നറിയോ, പഴയ ഒരു ചിലരൊക്കെ ഉണ്ട് ഇപ്പൊ പെട്ടെന്ന് ഇച്ചിരി പൈസ ഒക്കെ അയക്കുമ്പോ ഞങ്ങൾ ചക്ക തിന്നിട്ടില്ല, ചക്കൂര് തിന്നിട്ടില്ല. ഒന്നാമത്തെ വിജയം എന്ന് പറഞ്ഞാൽ ഈ തോട്ടം പൂട്ടിയതാണ് ഏറ്റവും ഡെവലപ്പ് ആകുന്നത്. അതായത് ഡെവലപ്പ് ആകുന്നത് ഈ തോട്ടം പൂട്ടുന്നത് മാത്രമാണ്. ഇല്ലെങ്കിൽ ആ എല്ലാവരും അവിടെ തന്നെ താമസിക്കും, ലയത്തിൽ തന്നെ അല്ലേ താമസിക്കുന്നത്. കാരണം നമുക്ക് രാവിലെ പോയി കഴിഞ്ഞാൽ 100 രൂപ 150 രൂപ കിട്ടും. നമ്മൾ വേറെ പണിക്ക് പോകത്തില്ല. ഡെവലപ്പാ. നമുക്കിത് കിട്ടുമ്പോഴത്തേക്ക് ഇത് കാരണം ഇത് കൂട്ടിക്കൊണ്ട് മാത്രം ഡെവലപ്പ് ആയതാണ്. എസ്റ്റേറ്റ് 2000 ഡിസംബർ മാസം 13-ാം തീയതി അടച്ചു കൂട്ടിയതിനു ശേഷം കുറച്ചുനാൾ ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ പോലും ആൾക്കാർ സ്വയമായിട്ടൊക്കെ ജീവിച്ചു, കാര്യങ്ങൾ നടത്തി, അവിടുത്തെ കുളത്തെടുത്തൊക്കെ ജീവിച്ചെങ്കിൽ പോലും അതൊരു സാധാരണ എസ്റ്റേറ്റിലെ തൊഴിലാളികളെ സംബന്ധിച്ച് ഒരു നിമിത്തമായിട്ട് തീർന്നു. അതുകൊണ്ട് ബാക്കിയുള്ള തൊഴിലാളികളെല്ലാം ചില നാളെ ഉച്ചയ്ക്കൊന്നും മേടിച്ചില്ല. ചിക്കൻ ഇല്ലേ ഇച്ചിരി മുമ്പ് നിന്റെ പപ്പ പറഞ്ഞ അടുക്കള വന്നിട്ട് ചിക്കനും പൊറോട്ടയാണ് ചേട്ടാ ഇരിക്കുന്ന മീനും ഒന്നും കൂട്ടാതെ അശോകം വന്നിട്ട് പോലും ആണോ. ഗണപതി ഹോമൊക്കെ നടത്തേണ്ടതുണ്ട്. അപ്പൊ ഇനി അളിയന്റെ ഒരുപാട് പാട്. അല്ല എസ്റ്റേറ്റിന്റെ കഥ പറഞ്ഞോണ്ടിരിക്കുകയാണ്. സത്യം അളിയ, എസ്റ്റേറ്റ് ഇപ്പൊ ലയത്തിൽ താമസിക്കുന്നവരെല്ലാം ഇപ്പോഴും അങ്ങനെ തന്നെ കിടക്കുക. മുട്ടുന്നുമില്ല മുഴുക്കുന്നുമില്ല. ഇറങ്ങി അവിടുന്ന് പോയവരെല്ലാം തന്നെ രക്ഷപ്പെട്ടു. എസ്റ്റേറ്റ് അടച്ചുകൂട്ടിയപ്പോ സുനിയുടെ ഒരു അവസ്ഥ തന്നെ ഞാൻ ഓർക്കുക. നമ്മുടെ സുനിയുടെ സുനി ജീവിതത്തിൽ ഓഫീസ് എസ്റ്റേറ്റിലെ ഒരു എസ്റ്റേറ്റ് അടച്ചുകൂട്ട് കഴിഞ്ഞപ്പോ അവനുണ്ടായ ഒരു മാനസിക ടെൻഷനും അവന്റെ പരാജയം. പക്ഷെ അവനൊന്നും നോക്കിയില്ല. അവനെ കൊണ്ട് പറ്റുന്ന എല്ലാ പണിയും ചെയ്തു, ഏത് പണിയും എന്ത് പണിക്കാണേലും ചെയ്ത് സത്യത്തിൽ കുടുംബം എല്ലാം നമ്മൾ ഈശ്വരനോട് ഇന്ന് നന്ദി പറയും. സത്യം അത് കുടുംബം പുലർത്താൻ വേണ്ടി ചെയ്യാത്ത പണിയൊന്നുമില്ല. ഞാനിങ്ങനെ ഓർക്കും, ഇവൻ ഓരോ പരിപാടിയൊക്കെ ചെയ്തിട്ട് ഇവരിങ്ങനെ വണ്ടിയിലൊക്കെ വരുന്ന കാണുമ്പോൾ എനിക്ക് ഓർക്കാൻ പോലും പറ്റത്തില്ല. എങ്കിൽ പോലും അതൊക്കെ അവന് ചെയ്യാൻ അതിനൊരു മനസ്സ്. സത്യം സത്യം. അല്ല ഞാനും ഓർത്തിട്ടുണ്ട്, ചാണകവും കൊളുന്തും ഒക്കെ ചുമക്കുമ്പോഴും സാറേ ഓരോരുത്തർ വിളിക്കുന്നത് കേൾക്കുമ്പോഴേ ഇവൻ ചാണകം ഓർക്കാൻ പറ്റത്തില്ല. ഇവനെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ വന്നെയും ചാണകത്തിന് പോയിട്ടില്ല, പക്ഷെ ഇതിന് പോയി കോഴീനെ പിടിക്കാനും. അത് സായിരുന്നു അതൊന്നും പറയേണ്ട കാര്യമില്ല. ഓരോരുത്തർക്കും ഓരോ വിധിയാണ് നമ്മൾ പറയുന്നത്. ഇതെല്ലാം ദൈവാധീനം. നമ്മൾ ഒരിക്കലും ദൈവം നിന്ന് നമ്മൾ ഒരിക്കലും കാണിക്കാതെ നമ്മൾ കിട്ടുന്നത് കൊണ്ട് ഉള്ളത് കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കുക. വലിയ കണ്ടമാനം വലിയ പണക്കാരൻ നെകളിക്കാൻ പോയാതിരിക്കുക. നെകളിക്കാതിരിക്കുക. എന്തേരം ഇത് വന്നാലും അഹങ്കരിക്കാതിരിക്കുക. അതെ. അപ്പൊ ഇനിയാണ് എന്റെ ജീവിതത്തിൽ സ്വപ്നത്തിൽ ഒരു ഓർത്തല്ലേ ഇതുവരെ ഞാൻ സ്വന്തമായിട്ടൊരു വീട് വെച്ചപ്പോൾ തന്നെ പാട് വിട്ടു. പിന്നെ മകൾക്ക് തന്നെയാണെങ്കിലും ഇത്രയും നല്ല വീട് വെക്കാൻ പറ്റിയത് തന്നെ ദൈവത്തിന്റെ ഒരു അമ്മായി വീട്ടിൽ എന്റെ കുടുംബമാണ് ഈടെ പയം ചെയ്തത്. നമുക്ക് 2 വീട് വെക്കാനായിട്ട് വിധി. ശരിയല്ലേ? ഒന്നും നടക്കുകയില്ല. ഒരു നിമിത്തം മാത്രമേ ഉള്ളൂ. അതെ. എന്നാ ഇനി ഒരു പാട്ട് പാടാനുള്ള റിഹേഴ്സൽ എടുത്തോ. ഇതിനാ കൊണ്ടോട്ട് പാട്ട് പാടും. 2 വരിയോ 3 വരിയോ പാട്. അളിയനോട് ഒരു പാട്ട് പാടാൻ പറഞ്ഞോണ്ട് പിടിച്ചെത്തിയേക്കും കേട്ടോ. അത് 2 പ്രാവശ്യം ഇപ്പൊ പറഞ്ഞ് ഞങ്ങള് കേട്ട്. നിങ്ങളെപ്പോലൊരു വ്യക്തി മാത്രം. ഓക്കെ, ഇനി പാടിക്കോ. മരണദേവനൊരു വരം കൊടുത്താൽ മരിച്ചവർ ഒരു ദിനം തിരിച്ചു വന്നാൽ കരഞ്ഞവർ ചിലർ പൊട്ടിച്ചിരിക്കും, ചിരിച്ചവർ കണ്ണീര് പൊഴിക്കും. നമ്മുടെ ഉഷമ്മയുടെ തൊട്ടടുത്ത സ്ഥലമാണ് കേട്ടോ. മുണ്ടക്കയത്ത് പുഞ്ചവയലിലാണ് അശോചേട്ടൻ്റെ വീട്. അവിടുത്തെ എന്തൊരു പരിപാടി നടന്നാലും അനൗൺസ്മെന്റ്. അതോ ഇവരൊക്കെ 2 പേരും ബൈക്കിന്റെ ആൾക്കാരാടാ. ചേട്ടൻ്റെ വീടും അല്ല എന്തെങ്കിലും അമ്പലത്തിന്റെ ഒക്കെ പരിപാടി കിട്ടി അങ്ങനെ അല്ലേ? ഞാൻ അമ്പലത്തിന്റെ പാർട്ടി പരിപാടി
SNDP എന്ന് പറഞ്ഞാല് ഞാനില്ലാത്ത SNDP-യിലോ? അവന് എന്റെ ഇവനെ പോലെ തന്നെ ഒരു വകഭേദമാണ്. അമ്പലത്തിൽ ചെല്ലുമ്പോ ചേട്ടായി അതെ, ഏത് അമ്പലത്തിൽ ചെന്നാലും എല്ലാം വിളിക്കും പറയേ. ചേട്ടായി കടയിൽ നിന്നിട്ട് കുളിച്ചിട്ടില്ല, അപ്പൊ പോയി ഇനി കുളിക്കുകയൊക്കെ ചെയ്യട്ടെ. ഇച്ചിരി സമയം ഉണ്ടായിരുന്നില്ല ഇവരെല്ലാവരും ഒന്നും, ഇച്ചിരി സമയം സന്തോഷമായി കേട്ടോ. കഴിഞ്ഞ ദിവസം കരിക്ക് വെട്ടിയതാണ് ഒളിച്ചു വെക്കുന്നുണ്ട് കേട്ടോ. അവൻ കരിക്ക് വെട്ടി ശാല കൈ മുറിച്ചു. അതിപ്പോ ഇങ്ങനെ എന്താ പറയുന്നത്, അല്ല ഒരു വീട് പണിയൊക്കെ വരുമ്പോൾ സാധാരണ എന്തെങ്കിലുമൊക്കെ ആപത്ത് വരുന്നത്, അത് എന്തോ ഒരു വലിയ ആപത്തങ്ങ് മാറിപ്പോയതാ. അത് കരിഞ്ഞിട്ടില്ല. അവൻ ഇന്നും പോയി ഡ്രസ്സൊക്കെ ചെയ്തിട്ട് വന്ന് ഇരിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഓർഡർ 2-3 വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്യുകയാണ് കേട്ടോ. ഇനി ചേട്ടായി പോയിട്ടില്ല, ചേട്ടായി ഷർട്ട് ഇട്ടിട്ടില്ല കേട്ടോ, അതാ ഞാൻ കാണിക്കാതെ. അപ്പോൾ അഡ്രസ്സൊക്കെ എഴുതി ഒട്ടിക്കുക, എന്നാൽ ഞാൻ കൊണ്ടുപോയി വിട്ടിട്ട് വരാമെന്ന് വിചാരിച്ചോണ്ടേ. അപ്പോൾ ചേട്ടായി ഇവിടെ ഇരുന്ന് ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. ഓ സെല്ലോട്ടോപ്പ് വിളിക്കുന്നതിൻ്റെ സൗണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടായി ഇവിടെ ഇരുന്ന് ഒട്ടിക്കുന്നുണ്ട്. ഇന്ന് ഞാനും പോയില്ല, ചേട്ടായിയും പോയില്ല. കടയിൽ 3-4 ഓർഡർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അയച്ചിട്ട് വരാൻ വെണ്ണ ഇച്ചിരി മീനോ വല്ലതും മേടിച്ചുകൊണ്ടും വരാം കറി വെക്കാനായിട്ടേ. ഉപ്പുകറിക്കൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ റേഷനും അങ്ങ് മേടിച്ചേക്കാം ചേട്ടായി. ഞാൻ അയക്കാൻ പോകാമെന്ന് പറഞ്ഞ ഡ്രസ്സ് വരെ മാറിയത് കേട്ടോ. പക്ഷെ എനിക്ക് എന്തോ ഒരു ഭയങ്കര അസ്വസ്ഥത, തളർച്ചയെന്ന് വെച്ചാൽ ഇങ്ങനെ തല കറങ്ങുന്ന കൂടിയോ, ഛർദ്ദിക്കാൻ വന്നില്ല. അപ്പോൾ ചേട്ടായി പറഞ്ഞാൽ ഞാൻ തന്നെ കൊണ്ടുവിട്ട് വരാം. ഇന്ന് പാവം അത് കഴിക്കുവാനായിട്ട് വീട്ടിലിരുന്നതാണ്. എന്നാന്ന് വെച്ചാൽ നമ്മൾ പൈസ മേടിച്ചിട്ട് ആ കറക്റ്റ് സമയത്ത് അയക്കാതിരിക്കാൻ പറ്റിയല്ലോ. ഒട്ടും വയ്യ. എന്നാൽ ഞാൻ പോയി അയച്ചിട്ട് വരാടിയെന്ന് പറഞ്ഞ് പോവാ കേട്ടോ. വയ്ക്കും പ്രശ്നമാണ്. ദൈവം എൻ്റെ മാതാവമ്മേ കാത്തേക്കണേ, കുഴപ്പം വന്നേക്കണേ. ഇപ്പം തന്നെ വരും, ചേട്ടായിക്കും വയ്യ, ഇപ്പം തന്നെ വരും. ഞാൻ മടൽ വെട്ടിക്കളയണം. കോഴിത്തീറ്റ ഇല്ല, അല്ലാതെ പിന്നെ ഇന്നൊരു ദിവസം ഇതായേനെ. അയക്കുന്നത് നാളെ അങ്ങ് അയക്കാമെന്ന് വെച്ചാലും കുഴപ്പമില്ലായിരുന്നു. ഒരു ദിവസം ലേറ്റ് ആയി ചെല്ലുന്നേ ഉള്ളൂ. പക്ഷെ കോഴിത്തീറ്റ ഒട്ടുമില്ല. പ്ലാസ്റ്റിക്കൊക്കെ ഇവിടെ എടുത്തിട്ട് വന്നിട്ട് എടുത്തിടണം. പോയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കോഴിത്തീറ്റ മേടിച്ചു. അത് നേരെ കവറിനകത്ത് പാലോ വള്ളി ഇച്ചിരി ലൂസായി പോയെന്ന്. ആ ഹെൽമെറ്റ് അങ്ങനെ വെക്കുന്നില്ല ഞാനാ മറ്റേ എൻ്റെ ബൈക്കിൻ്റെ കൂടെ കിട്ടിയ ഹെൽമെറ്റാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ടൈറ്റ് എടുക്കാൻ പറ്റുമല്ലോ. സിറ്റി തിരക്കുണ്ടോ, കടയിൽ തിരക്കുണ്ടോ? അത് ചെയ്യാം. പ്ലാസ്റ്റിക് കൂടി ഇട്ടിട്ട് കയറി പോരാ. അയ്യോ, അപ്പം കോഴിത്തീറ്റ ഒട്ടുമില്ലായിരുന്നു. അതാ പിന്നെ നാടൻ പാലും മേടിച്ചു. പാലില്ലെങ്കിൽ ചായ ഇട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. എന്നാ തീറ്റ കിട്ടിയതിനും വേണ്ടിയിട്ട് ചായയിലേക്ക് ഒരു ഭയങ്കര ഒരു ക്ഷീണമോ ഇത് എന്നാണോ എനിക്കിന്ന് ഭയങ്കര എന്തോ BP ഒന്ന് നോക്കണം ചേട്ടാ. എൻ്റെ ഒരാളുടെ റെസ്റ്റ് എടുക്കാൻ പറ്റിയതാ കേട്ടോ. അപ്പോൾ റെസ്റ്റ് എടുക്കാൻ നോക്കിയപ്പോൾ മുട്ടൻ പണി കിട്ടിയത് തോരൻ വെക്കുക. കുടിവെള്ളം തിളപ്പിച്ചു. ഇതെല്ലാം എടുത്ത് വെച്ച കൊടുത്ത് ഇരിക്കുന്നു. ഇതെല്ലാം ഒന്ന് പറക്കി വെക്കണം. ഞാൻ ഈ തേങ്ങ മാത്രം ഒന്ന് ചണ്ടി കൊടുക്കട്ടെ. എനിക്കെന്നാ ചേട്ടാ ഈ പെട്ടെന്ന് പറ്റിയേ? BP തന്നു പോയി, ഭയങ്കരമായിട്ട് തന്നു പോയി. അതാ എനിക്ക് അപ്പടി ക്ഷീണം വന്നത്. ഓ എനിക്ക് BP തന്നു പോയോണ്ട് എൻ്റെ മതി. അവിടെ കടയിൽ എല്ലാവരും കല്ലുപ്പാന്ന് കേട്ടോ കൂടുതലും മേടിക്കുന്നേ. ഒന്ന് ഉപ്പ് മേടിച്ചിട്ട് ഒന്ന് കഴുകി കളഞ്ഞിട്ട് ശരിയാ. പണ്ടൊക്കെ ഫർണിക്കകത്ത് ഉപ്പ് നീരായിരുന്നു കലക്കി വെക്കുക. എന്നിട്ട് അതിനകത്ത് എടുത്ത് അതായി അസുഖവും പ്രശ്നവും കൂടുതലും. അയ്യോ എൻ്റെ ദൈവമേ. അപ്പോൾ എനിക്ക് എന്നേരം വന്ന ചേട്ടായിക്ക് എന്നേരം വന്ന ഞാനും കൂടെ. അതുകൊണ്ട് ഇന്ന് എനിക്ക് BP തന്നു. ശരീരമൊക്കെ തളർന്നോട് തോന്നി. എനിക്ക് പറ്റിയല്ല. ഞാൻ ഡ്രസ്സ് വരെ ചെയ്തു തന്നേ പോയേക്കാന്ന് വിചാരിച്ചേ. ഞാൻ പറയാം എനിക്ക് വണ്ടിയും കൊണ്ട് പോകാൻ എനിക്ക് പറ്റിയല്ല ചേട്ടായി. എനിക്ക് പറ്റിയെന്ന് അയാളിപ്പം വന്നു കഴിഞ്ഞപ്പം BP നോക്കിയപ്പോൾ ഭയങ്കരല്ലോ. എൻ്റെ ദൈവം ഇങ്ങനെ വന്നു പോയാനായും. എന്നാണോ പിന്നെ പെട്ടെന്ന് അറിയാണോ ഒക്കെ കുടിച്ചിട്ട് കൂടുന്നതിനെക്കാട്ടി പ്രശ്നമാണ് താഴ്ന്നത്. എന്നാ ഞങ്ങൾക്ക് എല്ലാവർക്കും പാരമ്പര്യം അതാ കേട്ടോ. BP-ലോ കൂടപ്പുറപ്പുകൾക്കും അതെ, അമ്മയ്ക്കും അതെ, ചാച്ചനും അതെയായിരുന്നു. BP കൂടുതലില്ല, BP കുറവ്. എന്നാ ചെയ്യാൻ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ കുടിവെള്ളം ഞാൻ ആ ഫ്ലാസ്കിനകത്തോട്ടൊക്കെ ഒന്ന് ഒഴിച്ചു വെക്കട്ടെ. തിളപ്പിച്ച് സുരസുന്ദര സൗഭാഗ്യം പങ്കുവയ്ക്കുമ്പോ ഒഴുകി ഒഴുകി ഒഴുകിയെത്തും കാതളഗീതം നിനക്കായി ഞാൻ പാടുന്ന പ്രേമ സംഗീതം. നിനക്കായി ഞാൻ പാടുന്ന പ്രേമ സംഗീതം. രമണനും പ്രിയമധനനോട് താമരത്തണലിൽ സുന്ദര സൗഭാഗ്യം
പങ്കുവെക്കുമ്പോ ശകലം നേരം ഇങ്ങനെ ഉപയോഗിക്കണം. പച്ചക്കറി എല്ലാവരും വേഗേണ്ട കാര്യമില്ല. നല്ല സാധനം ക്യാരറ്റ് ബീറ്റ്റൂട്ട്. ബ്രെഡൊക്കെ ഉണ്ടാവും. ബ്രെഡൊക്കെ കുറയുമ്പോഴാണ് ഈ വീപ്പി താഴ്ന്നതൊക്കെ കൂടുതലും. ബ്രെഡ് മറ്റേ മുളകൊക്കെ കഴിച്ചാൽ മതി. കറികളൊക്കെ ഒരു വിത്തുകളായി അടുക്കള കയറിയിട്ട് നീ ഗൾഫിലുള്ളപ്പോ എല്ലാ സർവ്വ കറി മറ്റേ മൃദുക്കാർക്ക് ചോറ് കൊടുക്കും ഞാൻ. അതെ 3-4 പേർക്ക് ചോറും കൊടുക്കുമായിരുന്നു. ശരിയാ. രാവിലെ ഏതായാലും എനിക്ക് ഉണ്ടാക്കണം. പിന്നെ 2 കൂട്ടം കറിയും കൂടെ ഉണ്ടാക്കും. ഒരു ദിവസം സാമ്പാറാണ്, ഒരു ദിവസം മുത്തങ്ങ പയർ, ഒരു ദിവസം പയർ കറി, ഒരു ദിവസം പരിപ്പ് കറി. അങ്ങനെ പിന്നെ കാട്ടി കൂടെ കിടന്ന് പള്ളയില്ല അവിടെ കുറച്ച് പോരെ. പോയടേ ആണ്ട കിട്ടുപോയി. ആണോ ഗ്യാസ് ഓഫാക്ക്. ഇതുങ്ങളൊക്കെ അടുക്കള കയറ്റിയാലത്തെ പ്രശ്നം എന്നാണെന്നറിയോ? നമ്മൾ 1 മാസത്തേനും മേടിച്ച് വെക്കുന്ന തേങ്ങയും വെളിച്ചെണ്ണയല്ല ഒരു ദിവസം കൊണ്ട് തീർക്കും. ഗ്യാസും നമ്മൾ ചെയ്യുന്ന മാതിരിയൊന്നും അല്ലല്ലോ ഇവരുടെ പരിപാടികൾ. പിന്നെ അങ്ങേയറ്റം തുടങ്ങി ഇങ്ങേറ്റം. ഇതേ ഞാൻ വീഡിയോ എടുത്തോണ്ട് നമുക്ക് കിട്ടും. അങ്ങേയറ്റത്തിരിപ്പുണ്ടായിരുന്നു ഒരു തേങ്ങാമുറി. അങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ ഉള്ളു. ഞാൻ എടുത്ത് ചേർന്ന് തന്ന്. ഇന്ന് തൊഴിലുറപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് പോയില്ല. എന്നാന്ന് എനിക്കറിയത്തില്ല. എനിക്കാണെങ്കിൽ ഭയങ്കര ഒരു അസ്വസ്ഥത. തലകറങ്ങുവാണോ, ഛർദ്ദിക്കാൻ വരുവാണോ, മറിഞ്ഞു കയറുവാണോ എനിക്കറിയത്തില്ല. എന്തൊക്കെയോ ഒരു ഭയങ്കര ക്ഷീണം. എന്നാന്നറിയത്തില്ല. മരുന്നിൻ്റെ ആണോ ഈ ഇതെല്ലാം കൂടെ തലയിലോട്ട് എണ്ണയും ഒരു 3 സൈസ് സാധനം തലയിൽ തന്നെ വെക്കുന്നുണ്ട്. 2 എണ്ണയും വേറെ ഒരു മരുന്നും തലയിൽ വെക്കുന്നുണ്ട്. അതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ഉറക്കം വരവാണോ, തളർച്ചയാണോ, ഭയങ്കര ക്ഷീണം. ഇന്നലെ തൊഴിലുറപ്പിന് ചെന്നിട്ടാണേലും എൻ്റെ പൊന്നെ എങ്ങനെയെങ്കിലും നമ്മുടെ അവനവൻ്റെ അളവ് ചെയ്യണമല്ലോ. അതിനകത്ത് ഒരു ഇതും പെൻഡിങ്ങും വരുത്താൻ പറ്റത്തില്ലോ. അതുകൊണ്ട് എങ്ങനെയാണോ ഒരു വിധത്തിൽ ഒരുക്കി പിറക്കി വെട്ടി. പക്ഷേ ഫസ്റ്റ് എൻ്റെ തന്നെ ഞാൻ തീർത്തിട്ട് ഞാൻ ഇത് എൻ്റെ പൊന്നെ എനിക്ക് ഇരിക്കണം കിടക്കണം. ആ പറമ്പിലോട്ടൊക്കെ കിടക്കാൻ തോന്നുന്നു. അതേപോലെ കരുതി ഇന്നലെ. അപ്പോൾ ഇനി മരുന്നിൻ്റെ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഭയങ്കര ക്ഷീണമെന്ന് വെച്ചാൽ ഭയങ്കര ക്ഷീണം. ഉറക്കം വരവ്. പിന്നെ നമുക്കിങ്ങനെ വൊമിറ്റ് ചെയ്യാനോ എന്തോ ഒരു ടെൻഡൻസി, എന്തോ ഒരു അസ്വസ്ഥത. എനിക്ക് തോന്നുന്നത് വെറും വയറ്റിൽ അല്ലെ മോരിനകത്തൊക്കെ കഴിക്കേണ്ട മരുന്നൊക്കെ ഉണ്ട്. അതൊക്കെ കഴിച്ചിട്ടാണോ എന്നൊരു സംശയം. ഇതൊന്ന് പിടിച്ച് വരുന്നിടം വരെ നമുക്കേ അതാണോ എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അറിയത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം പോയ മരുന്ന് കഴിച്ചിട്ട് എനിക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു. ഈ പ്രാവശ്യത്തെ മരുന്ന് കഴിച്ചപ്പം പോലെ എനിക്ക് ഇതേപോലൊരു അവസ്ഥ. ചിലപ്പോൾ മാറാൻ വേണ്ടിയിട്ടായിരിക്കും. ദൈവം ഇതൊന്ന് മാറിക്കിട്ടിയാൽ മതിയായിരുന്നു. ഈ സ്നോഫിലിയായി അസ്വസ്ഥതയൊക്കെ ഒന്ന് മാറിക്കിട്ടിയാൽ മതിയായിരുന്നു. ഇന്നലെ ആണെങ്കിലും കുറേ സമയം വൈകിട്ട് അളിയൻ്റെ അനിയൻ വന്നിട്ടുണ്ടായിരുന്നു മുണ്ടക്കയത്തുനിന്ന്. അവരും എല്ലാവരോടും വന്ന് കുറേ സമയം വർത്തമാനമൊക്കെ പറഞ്ഞ് രാത്രിയിലേ ഇരുന്ന് അങ്ങനെ കുറേ സമയം പിന്നെ എനിക്ക് അങ്ങനെ ഉറങ്ങാൻ കിടന്നിട്ട് ഉറക്കം വരാണ്ട് കുറേ സമയം ഞാൻ കിടന്ന്. അതെല്ലാം കൂടെയാണോ BP ലോയാന്നൊരു പ്രശ്നമാണ്. എനിക്ക് BP ലോയ എന്തൊക്കെയോ ഒരു പ്രശ്നം. അപ്പോൾ ചേട്ടായി പോയിട്ടുണ്ട്. ചേട്ടായി കൊണ്ടുപോയി കൊടുത്തിട്ട് വരാടി എന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ടുണ്ട്. അതിന് വയ്യാഞ്ഞിട്ട് ഇന്ന് വീട്ടിൽ ഇരുന്ന്. എന്നിട്ടും അതിന് സ്വസ്ഥതയില്ല. എന്നെ ചെയ്യാൻ അന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു ഇന്ന് 2-3 നല്ല റീൽസ് എടുക്കണം, 1-2 നല്ല വീഡിയോ എന്തെങ്കിലുമൊക്കെ എടുക്കണം, ചേട്ടായി കൂടെ ഉണ്ടല്ലോ എന്നൊക്കെ ഓർത്തു. പക്ഷേ എനിക്ക് തല നേരെ നിൽക്കുന്നില്ല, ഛർദ്ദിക്കാൻ വരുന്നവരൊക്കെ. സ്മിതയാണ് ഇപ്പോൾ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നേ. അവൾക്കാണെങ്കിൽ ആ ഇറക്കം ഇറങ്ങി വന്നിട്ട് കാലാണ് ഭയങ്കര നീര് വെച്ച് ഭയങ്കര വേദന. എന്നിട്ട് പിന്നെ ഞാൻ ആ സ്പ്രേ ഒക്കെ അടിച്ചു കൊടുത്തു കാലയിൽ. ഭയങ്കരമായിട്ട് വേദന. അത് കഴിഞ്ഞിപ്പോൾ അവരൊക്കെ കയറി പോയതേ ഉള്ളൂ. ഞാൻ ഓർത്തുന്ന ഈ ചിത്രം കയറി കിടക്കാൻ പറ്റിടത്തുനിന്ന്. പക്ഷേ ഈ പറഞ്ഞ കണക്ക് നമ്മൾ കിടക്കുന്നതനുസരിച്ച് എനിക്ക് ബോഡി വെയ്റ്റും കൂടും, വണ്ണവും കൂടും, ഇല്ലാത്ത അസ്വസ്ഥതകളെല്ലാം ഉണ്ടാകും. എന്നതാണോ ഒരു സുഖമില്ല, ഒരു ഉഷാറില്ലാത്ത ദിവസം പോണക്ക്. ഭയങ്കര പൊരി വെയിലും. എന്നാൽ ചെമ്പരത്തിയുടെ ഇല പൊടിക്കേണ്ടത് മണ്ടേ കിടക്കൊണ്ട് എടുത്ത് വെയിൽ തരണമെന്നുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ ശരീരം പറ്റുന്നില്ല. അതും കിടക്കും അവിടെ. എന്നാൽ ഇന്ന് ഞാൻ അതെല്ലാം ചെയ്യണം, പൊടിച്ചൊക്കെ വെക്കണം. നാളെ എന്നാണ് തൊഴിലുറപ്പിന് പോകണം. പോകാതിരുന്നാലും ശരിയാകത്തില്ല. പിന്നെ ഒരു കണക്കിനുണ്ടല്ലോ, ഇന്നാണെങ്കിലും അങ്ങ് പോയാൽ അവരുടെയൊക്കെ കൂടെ കൂടുമ്പോഴത്തേനും നമുക്ക് എന്നാ വയ്യാഴി ഉണ്ടെങ്കിലേ ഒരിതുണ്ട്. ഈ വീട്ടിൽ ഇരുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഞാൻ ചേട്ടായോട് പറയാം, എൻ്റെ ചേട്ടാ ഇന്നലെ എനിക്കിങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ എല്ലാവരുടെയും കൂടി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഇച്ചിരി ഒരു ആശ്വാസം ഉണ്ടായിരുന്നു ചേട്ടായിന്ന്. വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. 2 പേർക്കും വയ്യായിരുന്നു. 2 പേർക്കും വയ്യായിരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ BP ലോയായി പോയി. ചേട്ടാക്കി കഴിക്കുവാ. പിന്നെ BP-യുടെ ഇതെല്ലാം ഉള്ളത് കൊണ്ട് നമ്മൾ നോക്കി. അന്നേരം ഞാനുള്ളതുകൊണ്ട് ഇതെല്ലാം കൊടുത്തു. സത്യം.
പിന്നെ വേറെ വിശേഷം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇല്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് കൊടുക്കാം. അപ്പൊ എന്തായാലും ഇന്ന് വൈകിട്ട് കഴിക്കാനായിട്ട് പിന്നെ നല്ല കുമാരി ചേച്ചി നല്ല പാലപ്പം ഉണ്ടാക്കിക്കൊണ്ട് തന്നിട്ടുണ്ട് അല്ലേ? പിന്നെ നല്ല പൊറോട്ട ഉണ്ട്. പിന്നെ ഉണ്ടാക്കിയ തോരൻ, ബീറ്റ്റൂട്ട് തോരൻ, കടലക്കറി. ഓക്കെ, അപ്പൊ എന്തായാലും കഴിക്കാം അല്ലേ? അപ്പൊ ഇന്നത്തെ ഒരു വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം. വലിയ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കണം. അതെ.